ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ടെൻഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുവരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന തൃപ്തി വരുത്തട്ടെ. മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരും ആകട്ടെ. നമ്മളെപ്പോഴും ഓർക്കുക, ഞാൻ എന്നോട് കഴിഞ്ഞ ദിവസം തന്നെ പറയുക, എൻ്റെ ഒരു ക്രിസ്ത്യൻ ഫ്രണ്ടാണ് പറഞ്ഞത്, ഈ ആദ്യം പറയണത് നിർത്താൻ പാടില്ല, അല്ലെങ്കിൽ അത് അവസാനം പറയണേ യേശുവിനെ പറ്റി. പക്ഷേ അത് വലിച്ചു നീട്ടുന്ന ഒത്തിരി ക്രിസ്ത്യൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഈ വചനമൊക്കെ. പക്ഷേ ഇത് കേൾക്കണ എല്ലാ ജാതികളും കേട്ട് എൻ്റെ പിതാവെ അവരുടെ സന്തോഷം കാണട്ടോ. അപ്പോൾ യേശു എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനിയുടെ ദൈവമല്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇതിലൊക്കെ പറയണത് ഇന്ന് വായിക്കണ വചനം ലൂക്കോസ് 15:31. അതിന് അവനോട്, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാകും. ഇത് വായിച്ചത് കേട്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലോ. ഒരു ധൂർത്തപുത്രൻ്റെ കഥയാണ്. ധൂർത്തപുത്രൻ വീട്ടിലെ സ്വത്തെല്ലാം മേടിച്ചുകൊണ്ട് പോയി അടിച്ചു പൊളിച്ച് പിന്നെ പന്നിക്കൂട്ടത്തിനെ നോക്കാൻ നിന്ന് പന്നിക്കൂട്ടത്തിന് കൊടുത്ത ഫുഡ് പോലും കിട്ടാണ്ട് വന്നപ്പോൾ അപ്പൻ്റെ വില എന്നേരം അറിഞ്ഞത്. അപ്പോൾ ചങ്കു പൊട്ടി നൊലിയൊഴിച്ച് സങ്കടപ്പെട്ട് അപ്പനെ പറ്റി ഓർത്ത് തിരിച്ചു വന്നപ്പോൾ അപ്പൻ മകനെ സ്വീകരിച്ചു. നല്ല വസ്ത്രം കൊടുത്ത് അങ്ങനെ പാപികളെ പറ്റി പറഞ്ഞ മാനസാന്തരപ്പെട്ട് വരുന്ന മനുഷ്യരെ ദൈവം പിന്നെയും തിരിച്ചു വിളിക്കുന്ന കാര്യം. അപ്പോൾ ദൈവമക്കൾ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയുള്ള ദൈവമക്കൾ, സ്വന്തം മോൻ അപ്പൻ്റെ കൂടെ നിന്ന മകൻ പരാതി പറഞ്ഞു, നീ എനിക്ക് തരാണ്ട് എനിക്കൊരു ആട്ടിൻകുട്ടീനെ തന്നില്ലോ, കാളക്കിടാവിനെ തന്നില്ലോ, എൻ്റെ കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിക്കാൻ എല്ലാ പണവും കൊണ്ടുപോയി നശിപ്പിച്ചിട്ട് പോയിട്ട് വന്നവൻ തിരിച്ചു വന്നപ്പോൾ കാളക്കുട്ടീനെ അറുത്ത് നീ ആഘോഷിക്കുന്നത്. അപ്പം പിതാവായ ദൈവം പറയുക, എൻ്റെ എല്ലാം നിൻ്റേതല്ലേ? പിതാവായ ദൈവം ചോദിക്കുക, എൻ്റെ എല്ലാം നിൻ്റേതല്ലേ എന്ന്. അപ്പോൾ നമുക്ക് ദൈവമക്കൾക്ക് പിതാവിൻ്റെ കയ്യിലുള്ള എല്ലാം നമ്മുടെയാണ്. അപ്പോൾ നമ്മൾ അവന് കൊടുത്തു ഇവന് കൊടുത്തു എന്ന് പറഞ്ഞാൽ അസ്വസ്ഥപ്പെടണ്ട. നമ്മുടെ പിതാവിൻ്റെ സ്വത്തല്ല, അപ്പൻ്റെ സ്വത്തിന് മക്കളല്ലേ അവകാശികൾ. മാനസാന്തരപ്പെടുന്നിട്ട് വരുന്നവൻ്റെ അവസ്ഥയാട്ടോ ധൂർത്തപുത്രൻ. അപ്പം മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ അടുത്തേട്ട് ചെല്ലുമ്പോൾ എത്ര തെറ്റ് ചെയ്താലും ആ തെറ്റല്ല യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി, ആ തെറ്റോട് കൂടിയാട്ടോ യേശുമ്പരാൻ ചങ്കോട് വെച്ചിട്ട് ആ ചങ്കിലെ ചോര കൊണ്ട് നമ്മളെ കഴുകി വെണ്മയാക്കുക കേട്ടോ. അപ്പോൾ ആ യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് സ്വീകരിക്കാൻ നിങ്ങളുടെ ജീവിതം മാറി മറിയും. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ചുരിദാർ സെറ്റിൻ്റെയാണ്. അപ്പോൾ അതിന് മുമ്പ് പറയട്ടെ, നമ്മുടെ വെബ്സൈറ്റിൽ നമ്മളിപ്പോൾ ഇന്ന് ഇടുന്ന വീഡിയോയുടെ അല്ല അടുത്ത ദിവസം ഇടുന്ന വീഡിയോസിൻ്റെ പോലും പുതിയത് അപ്ഡേഷൻ വരുന്നത് പോസ്റ്റ് ചെയ്യുക കേട്ടോ, വീഡിയോ ഇടുന്നതിന് മുമ്പ്. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം. കാരണം വീഡിയോ ഇട്ട് കഴിയുമ്പോൾ വെബ്സൈറ്റിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല പ്രശ്നം വരുക. അപ്പോൾ കസ്റ്റമർ വന്നു എപ്പോഴും ഓരോന്നിങ്ങനെ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ വെബ്സൈറ്റിൽ എടുക്കുന്നവർക്ക് സൗകര്യത്തിന് അങ്ങനെ എടുക്കാമെന്ന് വെബ്സൈറ്റിനൊരു പ്രൊമോഷൻ കൂടെ ആകട്ടെ എന്ന് ഓർത്തു. അപ്പോൾ ഇന്നത്തെ പിന്നെ ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം കേട്ടോ. ഇൻസ്റ്റയിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഗോൾഡ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, എൻ്റെ ഇളയ കൊച്ചല്ലേ, ഇനിയൊന്ന് വളർത്തിപ്പറക്കി എടുക്കട്ടെ. അതാട്ടോ എല്ലാ തോണയും പറഞ്ഞത്. വില ഇങ്ങനെ കൂടും, ഇനി എങ്ങനെ സ്വർണം മേടിക്കും? സ്വർണം ഒരു ലിക്വിഡ് അസറ്റായിട്ട് നോക്കുക. ഇപ്പം നിലവിൽ നിക്ഷേപിക്കാൻ 3-1 ഇരട്ടിയായി ഒറ്റ വർഷം. അത്രയും ഇൻക്രിമെൻറ്റ് വന്നേക്കണ ഒരു സംഭവമില്ല. 10-25% ഇൻക്രിമെൻറ്റ് വന്നത്. അപ്പോൾ ഇപ്പം ഒരു വർഷം കൊണ്ടേ, അപ്പോൾ നമ്മൾ എൻ്റെ ഫ്രണ്ട് 73,000 രൂപ ഇട്ടപ്പോൾ 11 ഗ്രാം കിട്ടി. 11 ഗ്രാമിന് അന്ന് അവൾ എടുക്കാൻ വന്നപ്പോൾ 1,00,000 രൂപയാണ് സ്വർണ്ണത്തിൻ്റെ വില. അപ്പോൾ അങ്ങനെ വില വ്യത്യാസം വന്നു. അപ്പോൾ നിങ്ങൾ സ്കീമിൽ കൂടെ എൻ്റെ നമ്പർ 9447575564 അല്ലെങ്കിൽ ആ രേവതി ഗോൾഡൻ ഡയമണ്ട്സിലെ എൻക്വയറി നമ്പറിൽ വാട്സപ്പ് കോൾ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ കഴിഞ്ഞ തവണ നമ്മളിത് കിട്ടായിരുന്നു. അപ്പോൾ പൗലോൻ്റെ ബർത്ത്ഡേക്ക് കളർ ചാർട്ട് ഇതിനേക്കാൾ ഇച്ചിരിയുടെ ലൈറ്റ് ബ്ലൂ ആണ്. അപ്പോൾ എനിക്ക് ആ ലൈറ്റ് ബ്ലൂ കിട്ടിയില്ല. അപ്പോൾ ഞാനിതെടുത്ത് തയ്ച്ചിട്ടു. അപ്പോൾ നമ്മൾ അന്നേരം തന്നെ എല്ലാവരും ചോദിക്കേണ്ടായിരുന്നു. നമ്മൾ അന്നേരം റീസ്റ്റോക്ക് ചോദിച്ചായിരുന്നു. റീസ്റ്റോക്ക് വന്നേക്കണ സംഭവങ്ങളാട്ടോ. ഇത് 1499 അല്ലേ, 1499 രൂപയുള്ളൂ. നിങ്ങൾ കണ്ടോ, 2000 ആ സെറ്റ് പോലെ തന്നെ, ഒരു ചേഞ്ചുമില്ല. ഒറിജിനൽ ക്രേപ്പാട്ടോ, ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, ഷോളൊക്കെ എന്ത് എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. അതെനിക്ക് ഭയങ്കര വണ്ണം കുറവ് തോന്നുന്നുണ്ടല്ലേ. ബാക്ക് ഇങ്ങനെ കേട്ടോ, നമ്മുടെ വിലക്കൂടിയ ബനാറസിൻ്റെ പോലെ തന്നെ. വിലക്കൂടിയ ബനാറസിനൊരു ഗുണമുണ്ട്, കൈക്ക് സെപ്പറേറ്റ് ഉണ്ടായിരുന്നു അല്ലേ. ഇതിന് കൈക്ക് സെപ്പറേറ്റ് ഇല്ല. മറ്റേതിന് കൈക്ക് സെപ്പറേറ്റ് ഇട്ടിട്ട്
ഇങ്ങനെ അരികത്തെ ബോർഡർ ഉണ്ട് വില കൂടി. അതൊരു ചേഞ്ച് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഇതിന് വെറും 1499 രൂപയാണ്. ലെങ്തും ഒക്കെ കിട്ടും. ബോട്ടോ സോഫ്റ്റ് സാൻഡോൺ ബോട്ടോ. ഈ വിലയ്ക്ക് ഇത് സൂപ്പറാണ്. ഇത് ചാടി വെബ്സൈറ്റിൽ എടുത്താൽ ചിലപ്പോൾ കിട്ടും. അല്ലെങ്കിൽ ഇനി റീസ്റ്റോക്ക് എന്ന് വരുമെന്ന് അറിയാൻ പാടില്ല. അവിടെയുള്ള കംപ്ലീറ്റ് റീസ്റ്റോക്ക് വന്നു നമ്മൾ എടുത്തു. കാരണം അത്രയ്ക്ക് എൻക്വയറി ഉണ്ട്. ഇതേ എൻ്റെ കളറിനേക്കാളും ഇച്ചിരിയുടെ ലൈറ്റ്. ഇത് കഴിഞ്ഞോണം വന്നെങ്കിൽ ഇതായിരുന്നു ഞങ്ങൾക്കുടെ കളർ ചാർട്ട്. പൗലോൻ്റെ ബർത്ത്ഡേ 7-ാം തീയതിയാണ്, 1-ാം തീയതി ആഘോഷിക്കുക. ഇതാണ് കുഞ്ഞു എടുത്തേക്കുന്ന ഉടുപ്പിൻ്റെയൊക്കെ. അപ്പം ഞാൻ അന്നേരം കഴിഞ്ഞ ഓണത്തെ ചാർട്ടിൽ ഇത് വന്നില്ല. ഞാൻ ഇച്ചിരിയുടെ ആർക്കാലോ നോക്ക് മറ്റതെടുത്തു. ഭംഗിയാന്ന് നോക്കി എല്ലാ പേസ്റ്റ് കളറാണ്. അത് ഇതിൽ ഇത്രയും മനോഹരമായ കളർ ചാർട്ട് വന്നു. ഈ വിലക്കുറവ് വന്നിട്ടും ഇത്രയും ഭംഗിയുള്ള കളർ നമുക്ക് മറ്റേതീ വന്നിട്ടില്ല. നോക്ക് ഇത്ര രസമുള്ള പീച്ചാന്നൊക്കെ നോക്കി. ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ. ഇത് കഴിയാൻ ചുരുങ്ങിയ പോവേ. ഒറിജിനൽ ക്രേപ്പാട്ടോ. സാൻഡോ ബോട്ടോ 1499. അതിൽ ഇത് ഈ ഫോട്ടോയിൽ കാണുന്ന കളറാ അല്ലേ? വീഡിയോയിൽ കാണുമ്പോൾ ഇതിന് കളർ വ്യത്യാസമുണ്ട്. എന്നാ ലൈറ്റാണോ ഡാർക്കാണോ? ലൈറ്റ് ആയിട്ടാണോ? ഡാർക്കായിട്ട്. ഇതൊരു പീച്ച് എന്ന് പറഞ്ഞ ഈ ഫ്ലഷ് മീറ്റിൻ്റെ കളറല്ലേ? അതെ അതെ, മീറ്റിൻ്റെ കളറാട്ടോ. അടിപൊളി കളറാട്ടോ. ഇങ്ങനെ ഇച്ചിരിയൊക്കെ വ്യത്യാസം വരുമോ? 90% വീഡിയോ കാണുന്നത് കറക്റ്റ് വരുവോളെ. പക്ഷെ അങ്ങനെ ആരും കംപ്ലൈൻറ്റ് പറയാറില്ല. ഇടണ വഴിയെ സാധനം തീരുമല്ലേ. നമ്മളിപ്പോൾ ഈ ഓൺലൈനിൽ സ്ഥിരം എടുക്കുന്നവർക്കത് അവർക്കറിയാം. നമുക്കിപ്പോൾ ഒരു സിനിമയിൽ ഒരു വീട് കണ്ടു, നേരിട്ട് ആ വീട് കാണുമ്പോൾ ഒത്തിരി ചേഞ്ച് ഇല്ലേ? അതുപോലെ തന്നെ കറക്റ്റ് കളറാണ്. ഇത് ലൈലാക്കേ എല്ലാം നല്ലതാണ്. നിങ്ങൾക്ക് ഇല്ലാത്ത കളർ നോക്കി എടുത്തു. നല്ല സംഭവമാണ്. അടിപൊളി സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ അപ്പടി എടുത്തു. അതുപോലെ വെറൈറ്റി എടുത്തേക്കണം. യേശുബ്രാൻ്റെ കൃപയാട്ടോ. ഞാൻ എന്നെ വീഡിയോ എടുക്കുന്നു അപ്പം ഇങ്ങനെ വിഷമിച്ചാൽ മതി. ഹപ്പി യേശുബ്രാൻ എവിടെയൊന്ന് അഞ്ചാ ഒന്നിനും മുട്ടില്ലാണ്ട് കൊണ്ടുനടക്കൂട്ടോ. യേശപ്പൻ എൻ്റെ കർത്താവായത് കാരണം ഇത്ര നല്ല സെറ്റ് നമുക്ക് വീഡിയോയ്ക്ക് കിട്ടുന്നത്. എന്ത് രസമല്ലേ? ഉള്ള സത്യം പറയാം, എനിക്ക് എല്ലാം എടുക്കണമെന്നുണ്ട്. ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ടായിരുന്നില്ലേ? ബ്ലാക്ക് എടുത്ത് വയ്ക്കാത്തത് ഉണ്ടായിരുന്നു. ബ്ലാക്ക് ഉണ്ടെന്ന് തോന്നണേ. അത് പിന്നെ കാണിക്കാമെന്ന്. അടുത്ത് കാണിച്ചു. ബ്ലാക്ക് ഉണ്ടെന്ന് തോന്നണേ. ഇത് കോട്ടൺ ബാത്തിക്കാട്ടോ. ഇങ്ങനെ പാനൽ വർക്കുണ്ട്. ക്രോഷ്യോ ഇങ്ങനെ എല്ലാം ഈ വർക്ക് നമ്മളെന്നാ പറയാറ്? ചിക്കൻ കാരി വർക്ക് ഇവിടെ യോക്കി കൊടുത്തിട്ട് താഴെയൊക്കെ ഇങ്ങനെ എംബ്രോയ്ഡറിയും കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഇല്ലേ? ആ കഴിഞ്ഞ സെറ്റിലായിരിക്കും ബ്ലാക്ക്. കൈക്ക് വേറെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴെ നല്ലൊരു സെറ്റ് കേട്ടോ. പ്യുവർ കോട്ടണിൽ ഇങ്ങനെ വർക്കും പ്യുവർ മൽക്കോട്ടൻ്റെ തുണി പോലെ കേട്ടോ. ബോട്ടോ ഇങ്ങനെ കേട്ടോ. നല്ല സെറ്റാണ്. 1499. പ്യുവർ കോട്ടൻ്റെ ആക്കാർക്ക് അടിപൊളി സെറ്റ്. നല്ല ലെങ്തൊക്കെ ഉണ്ട്. ബാക്ക് വശം ഇങ്ങനെയാട്ടോ. ബാക്ക് യോക്കിൽ ഇങ്ങനെ വർക്കും കുർത്തയായിട്ട് യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ കോൺസെപ്റ്റൊക്കെ വന്നത് ഇങ്ങനത്തെ അല്ലേ? അപ്പോൾ നമുക്ക് ചിലർക്ക് തയ്ച്ചാലല്ലേ പറ്റുള്ളൂ. തയ്ച്ച മാത്രം ഇടുന്നവരൊക്കെ ഇല്ലേ എന്നെ പോലെ, അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ്. 1499. പ്യുവർ കോട്ടൺ ആട്ടോ. പ്യുവർ കോട്ടൺ. പീച്ച് ബോട്ടെ.
അടിപൊളി സെറ്റ്, അടിപൊളി സെറ്റ്. നല്ല പ്യുർ കോട്ടൻ്റെ ആട്ടോ. ഒത്തിരി പേർക്ക് മിക്സിങ് ഒന്നുമില്ലാത്ത ഇങ്ങനെ സ്കിന്നിനൊക്കെ അങ്ങനെ പ്രശ്നമുള്ള ഒത്തിരി പേരുണ്ട് ഇപ്പം. ഇനി കാണിക്കണതും കൂടെ എനിക്ക് ഇട്ട് കാണിക്കണമെന്നുണ്ടായിരുന്നു. എനിക്കിതുണ്ട് കോട്ട. നമുക്കിടെ നേരത്തെ നമ്മൾ ചെയ്തതാ. നമുക്ക് ഏറ്റവും അധികം എൻക്വയറി ഉണ്ടാകാറുള്ള സെറ്റാണ് നമ്മുടെ കോട്ട വിത്ത് ലൈനിങ് ഉള്ള. ഈ കോട്ട ലൈനിങ് കൊടുത്തേക്കണം നമുക്ക്. പ്യുർ കോട്ട, മിക്സിങ് ഇല്ല കേട്ടോ. പ്യുർ കോട്ട ലൈനിങ്. ഇത് പ്യുർ കോട്ട. ഇതിൻ്റെ എനിക്ക് 2 ഉണ്ട്. അത് ഇട്ടോണ്ട് നിൽക്കണം എന്ന് ഓർത്തോ. അപ്പോൾ ഒരെണ്ണമല്ല, ഇത് കൂടെ റീസ്റ്റോക്ക് വന്ന കാരണമാണ് ഞാനിങ്ങനെ ഷോള് ക്രീപ്പും ബോട്ടം കോട്ടണിലെ ബ്ലോക്ക് പ്രിൻറ്റും. 1499. അടിപൊളി സെറ്റാട്ടോ. ഇത് പ്യുർ കോട്ടയാട്ടോ. മിക്സിങ് ഒന്നുമില്ലാത്ത കോട്ടയാണ്. ലൈനിങ് ഉണ്ട്. 1499 ഉള്ളൂ. അതിൻ്റെ തന്നെ പ്രിൻ്റ് വ്യത്യാസം സെയിം കിട്ടിയിട്ടുള്ള എല്ലാ യൂണിക് പീസാണ്. പ്രിൻ്റ് വ്യത്യാസം ഇങ്ങനെ. ഷോളൊക്കെ സെയിം പോലെ തന്നെ. അതങ്ങനെ എല്ലാം സെയിം പോലെ. ഇതിനൊക്കെ ഭയങ്കര എൻക്വയറി ഉള്ളതാണ്. നല്ല രസം. നമ്മൾ ഇടുമ്പോഴും ഭയങ്കര രസമാണ്. പിന്നെ പലതിനും പലതാണോ. ഷോൾ അതിന് കോട്ടയാണോ? ഇനി കോട്ട ഷോളാട്ടോ വന്നേക്കണേ. കോട്ട ഇത് 1499 പെട്ടെന്ന് എടുത്തോ. നല്ല സംഭവം. ഒരിക്കലും ഫാഷനും ഔട്ടാവില്ല. അത് അതിൻ്റെ പ്രിൻ്റ് വ്യത്യാസം. ഈ വിലയ്ക്ക് ഇത് നല്ലൊരു അസറ്റാട്ടോ. എൻ്റെ ഇതുവരെ കയ്യിട്ടില്ലെന്ന് തോന്നുന്നു. നല്ല സുഖമില്ല. അടിപൊളി സംഭവം. ഇങ്ങനെ ഇടും തേച്ച് വയ്ക്കും. ഇതിലിപ്പോൾ സ്റ്റാർച്ച് ഉണ്ട്. എൻ്റെ സ്റ്റാർച്ച് പോയി. ഞാൻ എന്നും ഓർക്കൊന്ന് സ്റ്റാർച്ച് ചെയ്യണം. മടി. പിന്നെ അടുത്ത ദിവസം ഇടാന്ന് എടുക്കുമ്പോൾ ഓർക്കോളും. സ്റ്റാർച്ചില്ലേലും വലിയ കുഴപ്പമില്ല. ഞാൻ ഇടുമ്പോഴൊക്കെ നല്ല കളർ കോമ്പിനേഷൻ അല്ലേ. ആ ഒരെണ്ണത്തിന് മാത്രമാണ് ഇത് ക്രേപ്പ് ഷോളുള്ളൂ. ഇതൊക്കെ കോട്ട ഷോളാണല്ലോ അല്ലേ. എൻ്റെ കോട്ട ഷോളാണ്. ചിലതിന് ക്രേപ്പ് ഷോള്. ഇപ്പോൾ ക്രേപ്പ് ഷോൾ ആവശ്യമുള്ളവർ ക്രേപ്പ് ഷോൾ എടുത്തോ. കോട്ട ഷോൾ ആവശ്യമുള്ളവർ കോട്ട. എൻ്റെ കോട്ടയാണ്. 1499 ഉള്ളൂ. എന്ത് രസമുള്ള ചോക്ലേറ്റിൻ്റെ കളറ്, ലൈറ്റ് ചോക്ലേറ്റ് കളറ്. സൂപ്പർ സംഭവം. റേറ്റ് ഇതേ ഉള്ളൂ. വിത്ത് ലൈനിങ്ങാണ്. അതിങ്ങനെ ഡൈ ചെയ്ത് ലൈനിങ് വെച്ചേക്കുവാൻ നോക്കണം. അടിപൊളി എല്ലാം. നിങ്ങൾക്ക് ഏതെങ്കിലും കളർ കിട്ടുമെന്ന് നോക്കട്ടോ. ഇത് ഈ യുണീക്ക് പീസുകൾ ഇങ്ങനെ പല പല ഡിസൈൻ ആയത് കാരണേ എന്നായാലും നിങ്ങൾ ഒരെണ്ണം എടുത്തു. ഒത്തിരി കാലം മുമ്പ് നമ്മൾ റീസ്റ്റോക്ക് എത്ര കാലം ഇത് ചോദിച്ചുകൊണ്ട് നടക്കണമെന്നറിയാമോ. ഇത് എപ്പോൾ കൊണ്ടുവന്നാലും നമുക്ക് വിറ്റ് പോകും. കിട്ടണ്ടേ. അടിപൊളി സെറ്റ്, അടിപൊളി സെറ്റ്. ഇതിൻ്റെ കളർ ചേഞ്ചാണ്. എല്ലാം ഒന്നിനൊന്നിന് വെച്ചാലേ ഗ്ലാമർ വിവരിക്കാനില്ല. ഇത്രയ്ക്കും അവർ അങ്ങനെ ബ്ലോക്ക് പ്രിൻ്റൊക്കെ ചെയ്ത് ഡൈ ചെയ്ത് എൻ്റെ തന്നെ കളർ പ്രിൻ്റ് വ്യത്യാസമുള്ളൂ കേട്ടോ. കളറൊക്കെ സെയിം കോൺട്രാസ്റ്റാണ്. നിങ്ങൾക്കിത് താഴത്തേട്ട് വേണമെങ്കിൽ താഴത്തേട്ടൊക്കെ യോക്കി വേണമെങ്കിൽ യോക്കിലാക്കാം കേട്ടോ. താഴത്തേട്ടാക്കണവർ ഇപ്പം ഫാഷൻ താഴത്തേട്ടാക്കി താഴത്തേട്ടാക്കി യോക്കിലാക്കി യോക്കാക്കുമെങ്കിൽ ഇങ്ങനെ ഇറക്കി ഇങ്ങനെ വെക്കരുത് കേട്ടോ. ഇതൊരു 14.5 ഇവിടെ വന്ന് നിൽക്കണേ. താഴെ പ്രിൻ്റാണ്. ഇതിന് ക്രേപ്പ് ഷോളാട്ടോ.
ക്രേപ്പ് ഷോൾ ഇഷ്ടമുള്ളവർ ക്രേപ്പ് ഷോൾ എടുക്കും. ഇപ്പം ഈയിടെ കണ്ട എല്ലാം എനിക്ക് എടുക്കാൻ തോന്നണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കണം. ആദ്യം ഒന്ന് കൊടുത്തിട്ട് പിന്നെ വരുമ്പോൾ എടുക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് രസമുള്ള കളറുകളെല്ലാം ഇത് ക്രേപ്പ് ഷോളാട്ടോ, അല്ല കോട്ടാ ഷോൾ. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങളവർക്ക് ഒത്തിരി കൊണ്ട് തീരൂലെന്ന്, വെറുതെ ആണോ, പെട്ടെന്ന് തീരും. കാരണം ഇത് ഇത്രയും കാണിക്കണം തന്നെ എല്ലാവർക്കും ഒന്ന് തികയാനാണ്. അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൊടുക്കാൻ കാണില്ല, ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും ആൾക്കാർ. റേറ്റ് 1499 ഉള്ളൂ എന്ന് ഓർക്കണം. അടിപൊളി സംഭവമാണ്. കോട്ട നമുക്ക് ഇങ്ങനെ ഈ കനം കുറവും കോട്ടൺ തന്നെയാട്ടെ ഈ കോട്ട എന്ന് പറയണത്. കോട്ടയിൽ ഈ സിന്തറ്റിക് സിൽക്കി കോട്ടയൊക്കെ ഇച്ചിരി ഇങ്ങനെ സിന്തറ്റിക് ചെയ്ത്, ഇത് കോട്ടൺ കോട്ടയാട്ടോ, പ്യുവർ കോട്ടൺ കോട്ടയാണ്, ഒരു മിക്സിങ് ഇല്ലാത്ത കോട്ടയാണ്. അപ്പോൾ ചിലർക്ക് സിൽക്കി കോട്ടയൊക്കെ ചൂട് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഒറിജിനൽ കോട്ട വേണമെന്നൊക്കെ, ഒറിജിനൽ കോട്ടയാണിത്. ഇതും ക്രേപ്പ് ഷോളാട്ടോ. ഈ കളർ വലിയ ഫാഷനല്ലേ, ഈ വയലറ്റ് കളർ. ഫിലിം സ്റ്റാർസിൻ്റെ സാരിയൊക്കെ ഈ കളറിൽ കാണും. ഇതിന് ക്രേപ്പ് ഷോളാട്ടോ. ഇത് നമ്മൾ ആദ്യം കാണിച്ചല്ല അല്ലേ, എല്ലാം വേറെ വേറെയാണ്. ഡ്രസ്സ് കിട്ടുമ്പോൾ എടുത്തു, നമ്മൾ വിചാരിക്കുമ്പോൾ ആ ഡ്രസ്സ് കിട്ടില്ല. എല്ലാ കാര്യവും അങ്ങനെയാണ്, ഡ്രസ്സിൻ്റെ കാര്യം പ്രത്യേകിച്ച്. പിന്നെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇവിടെ വരുമ്പോൾ കിട്ടിയില്ല, കുറേ കാലം മുമ്പിലുള്ള ഒരു ഡ്രസ്സ്, അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, ഡ്രസ്സ് കിട്ടുമ്പോൾ എടുത്തു. ഇപ്പോൾ ഇന്ന് വീഡിയോയിലെല്ലാം തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയതാട്ടോ. അടിപൊളി സംഭവം, അടിപൊളി സംഭവമാണ്. ഇത് ക്രേപ്പ് ഷോളാട്ടോ. നല്ല രസം, എല്ലാ കോമ്പിനേഷനും. ഇത് വേറെ പ്രിന്റില്ലേ, ഒരെണ്ണമുള്ളൂ. ചിലതൊക്കെ ഒരേ പ്രിന്റൊക്കെ ഉള്ളൂ, അത് കാരണം വെബ്സൈറ്റിൽ ചാടി എടുത്തോളാൻ പറഞ്ഞു. അടിപൊളി സെറ്റുകൾ, അടിപൊളി സെറ്റ്. ഇത് മൊഡാല്, സെമി മൊഡാല്. മൊഡാലെന്ന് അവർ പറഞ്ഞേട്ടോ, ഞാൻ ഇത്രയും വിലയുള്ള കാരണം സെമി മൊഡാലെന്ന് ഉദ്ദേശിച്ചത്. നല്ലൊരു ഭയങ്കര വില കൂടിയ സെറ്റ്. ഇതിനെന്നാ വില? 1290. ഒറിജിനൽ. ഇത് ശരിക്കും ഇങ്ങനത്തെ വർക്കുള്ളതിനൊക്കെ ഭയങ്കര വില വരണ്ടേ അല്ലേ. ബോട്ടോ സെയിം. ഇപ്പോൾ നമുക്കൊരു ഫങ്ഷനൊക്കെ ഇടാൻ സൂപ്പർ സെറ്റ്. 2 വശത്തെ ഷോളിലൊക്കെ വർക്കുണ്ട്. ഇത് കണ്ടോ, നല്ലൊരു ഫങ്ഷൻ വെയർ. 1299 ഉള്ളേ. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണിക്കോട്ടെ, ഇതൊക്കെ ഭയങ്കര വെറൈറ്റിയാണ്. 1299 അടിപൊളി സെറ്റ്. 2 വശത്തും എംബ്രോയ്ഡറി, യോക്കിൽ എംബ്രോയ്ഡറി. ഇത് കണ്ടോ, മൊഡാലിൻ്റെ സെയിം. ഇത് നല്ലൊരു കൂളിംഗ് ആട്ടോ ഈ തുണിക്ക്. ഇപ്പം എല്ലാ തുണിക്കും ഇങ്ങനെ ചൂട് മാറ്റി കൂളിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്, അത് നന്നായി. ഏതായാലും തുണി നമുക്ക് ഇടുമ്പോൾ അല്ലെങ്കിൽ ചൂടുള്ള തുണിയൊക്കെ ഭയങ്കര പാടല്ലേ. $1299 അടിപൊളി സെറ്റാട്ടോ, അടിപൊളി സെറ്റുകൾ.
1299. നല്ല സെറ്റാണ്. ഞാൻ പറഞ്ഞു ഇന്ന് കാണിക്കുന്ന എല്ലാ സെറ്റിലും നിങ്ങൾ ഏതെടുക്കും, എല്ലാത്തിൽ നിന്നും എടുത്തു. ഇതെല്ലാം കൂടെ കാണിക്കണമെന്ന് ഓർത്തു, എന്നിട്ടും എന്നാ ചെയ്യാനാ, എല്ലാം അടിപൊളിയായിപ്പോയി. നല്ല കളറിലായ നല്ലൊരു എല്ലോ. ഇനി അടുത്ത സെറ്റ് അതിലൊരു എല്ലാം നല്ലതാണ്. ഇത് നോക്കാം, ഇത് പീസ് സ്റ്റോക്ക് വന്നാട്ടോ. ഇത് ഈ മൊഡാല് പോലത്തെ തന്നെ സെറ്റാണ്. ടോപ്പ് ഇത് നമ്മൾ കാണിച്ചിട്ടുള്ള ആട്ടോ, റീസ്റ്റോക്ക് ആട്ടോ. ഇങ്ങനത്തെ ഷോള് ബോട്ടയിൽ അടിപൊളി കോമ്പിനേഷൻ അല്ലേ. റേറ്റ് 890 ആണോ? 800 തന്നെയാണോ? 899. എന്ത് രസമുള്ള കളറൊക്കെയാണ്. ഇത് തുണിയൊക്കെ നല്ല കൂളാട്ടോ. മൊഡാല് തന്നെ, മൊഡാലെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത്. ഞാൻ സെമി മൊഡാലിന് ആക്കിയതാണ്. ഇവിടെ മൊഡാൽ ഈ വരയ്ക്കുന്നത് കിട്ടുള്ളൂ. എന്ത് രസം നോക്കി. 899. ഇങ്ങനെ കൈസിൽ കാശുണ്ടെങ്കിൽ ഒരു 4-5 സെറ്റ് എടുത്തോട്ടോ. കാര്യം ഇപ്പോൾ സ്കൂൾ തുറക്കണ സമയമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനൊക്കെ നല്ലതല്ലേ. ഫുൾ A+ കിട്ടിയ പിള്ളേർക്കും ഇങ്ങനെയൊക്കെ ഇപ്പോൾ എല്ലാവരും വന്ന് ഗിഫ്റ്റ്. കഴിഞ്ഞ ആഴ്ച സ്വർണ്ണക്കടയിലൊക്കെ തിരക്കാറുണ്ട് A+ കിട്ടിയ പിള്ളേർക്ക് ഇത് കൊടുക്കാനൊക്കെ. വയലറ്റ്, അടിപൊളി സെറ്റ്, അടിപൊളി സെറ്റ്. ഭംഗി. നല്ല സെറ്റുകളെല്ലാം കിട്ടിയില്ലേ. അപ്പോൾ സന്തോഷമായല്ലോ. പെട്ടെന്ന് വെബ്സൈറ്റിൽ ചാടി എടുക്കാവുന്നൊരു വെബ്സൈറ്റിൽ എടുക്കും കേട്ടോ. അല്ലെങ്കിൽ 4 ഓൺലൈൻ പിള്ളേരുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് ഇടുക. വാട്സപ്പ് കോൾ വിളിക്കുക. 10 മണി മുതൽ 6 മണി വരെ ഉണ്ട്. അപ്പോൾ മറക്കരുത്, രേവതി ഗോൾഡൻ ഡയമണ്ട്സിൽ സ്കീം കൂടുക, തുണി എടുക്കുക. മൊത്തം രേവതിയോടൊപ്പം ഹെയർ ചെയ്യാൻ വരിക, കരാട്ടിങ് ചെയ്യുക. മുടി ഇങ്ങനെ നല്ല ഭംഗി കിടന്നോളൂ കേട്ടോ. അപ്പോൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഏറ്റവും അപ്ഡേഷൻ ചെയ്യണം നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇതുവരെല്ലാം വേറെ പലയിടത്തും പോയി ചെയ്തിട്ടും പിന്നെയും തിരിച്ച് നമ്മുടെ അടുത്ത് വന്നു. കാരണം പ്രൊഡക്റ്റും ആഫ്റ്റർ കെയറും നമ്മൾ ബ്രാൻഡ് കമ്പനി ചെയ്യണം. കാരണം അപ്പോൾ എല്ലാം രേവതിയോടൊപ്പം. ശരി, എന്നാൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.